ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ഇനി അങ്ങോട്ട് ഓരോ ദിവസങ്ങൾ പിന്നിടും തോറും പ്രശ്നങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത്. അനാമിക ശരിക്കും ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. സമൂഹം ഒന്നടങ്കി ബഹുമാനത്തോടെ കാണുന്ന മൂർത്തി സാറിൻ്റെ മുഖത്ത് നോക്കി ഒരു ഘട്ടത്തിൽ അനാമിക തർക്കുത്തരങ്ങൾ പറയുകയും ഒടുവിൽ അത് ജാനകി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സങ്കടവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ദേവയാനി അനാമികയുടെ ഈ ഒരു അഴിഞ്ഞാട്ടം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങുന്നുണ്ട്. അതിനുവേണ്ടി ദേവയാനി കണ്ടെത്തിയ മാർഗമെന്ന് വെച്ചാൽ അനന്തപുരി തറവാട്ടിലുള്ള പലർക്കും വളരെ സന്തോഷവും മറ്റു ചിലർക്ക് അത് സങ്കടവും ഉണ്ടാക്കുന്നുണ്ട്. അനാമികയാണെങ്കിൽ താനിപ്പോൾ വായ തുറക്കുന്നത് കലഹമുണ്ടാക്കാനും ഭക്ഷണം കഴിക്കുവാനും ഭരിക്കുവാനും മാത്രമാണ് എന്നുള്ള രീതിക്കാണ്. അനാമിക ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറുന്നതോ ജാനകി ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുന്നതോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ജാനകിയാണെങ്കിൽ അനാമികയെ തലയിൽ കയറ്റി വച്ചിരിക്കുകയാണല്ലോ. തൻ്റെ മരുമകൾ അടുക്കളയിലുള്ള ജോലികളൊക്കെ ചെയ്താൽ അതിൻ്റെ കുറച്ചിലെ തനിക്കാകുമെന്ന് കരുതി ജാനകിയാണെങ്കിൽ അനാമികയെ അടുക്കളയിൽ കയറുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അനാമികയുടെ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ടായിക്കൊണ്ട് തന്നെയാണ് ജാനകി സദാസമയവും നിലകൊള്ളുന്നത്. ഏത് സമയത്തും അനാമിക തൻ്റെ മുറിയിൽ ഉറക്കവും ഫോൺ വിളികളും പിന്നെ നേരം കിട്ടിയാൽ പുറത്തൊക്കെയുള്ള കറക്കവുമായിട്ട് ദിനരാത്രങ്ങൾ അങ്ങനെ തള്ളി നീക്കുകയാണ്. അനിയും മറ്റു പലരും അനാമികയോട് ഈ ചെയ്യുന്നതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ പുല്ല് വിലകൾ മാത്രം കൽപ്പിച്ചുകൊണ്ട് അനാമിക തൻ്റെ പതിവ് ശൈലിയിൽ തന്നെ മുൻപോട്ട് നീങ്ങുകയാണ്. എന്തായാലും അനാമികയെ അടുക്കളയിൽ കയറ്റുവാനും പണിയെടുപ്പിക്കുവാനും കൂടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവയാനി എത്തുന്നു. ദേവയാനിയും നയനയും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം അനന്തപുരിയിലെ പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ സപ്പോർട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണ് അനാമികയും ജാനകിയും ജലജയും അത്രയും നാളും തരം കിട്ടുമ്പോഴൊക്കെ നയനയ്ക്കെതിരെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി നയനയെ കുറ്റപ്പെടുത്തുമ്പോൾ ദേവയാനിയാണെങ്കിൽ ഇതൊക്കെ നോക്കിക്കണ്ട് മൗനമായി നടക്കുകയും ചെയ്യും. എന്നാൽ ഒരു സമയത്ത് മൂർത്തി മുത്തച്ഛനോട് അനാമിക മോശമായി സംസാരിച്ച് തെറ്റായിപ്പോയി എന്ന് അനാമികയുടെ മുഖത്ത് നോക്കി ദേവയാനി പറയുകയും എത്രയും പെട്ടെന്ന് മുത്തച്ഛനോട് മാപ്പ് പറയണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അനാമിക അതിന് സമ്മതിക്കുന്നില്ല. താൻ ഒരു തെറ്റും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മാപ്പ് പറയാൻ താൻ തയ്യാറല്ലെന്നുമാണ് അനാമിക പറഞ്ഞിരുന്നത്. ആ സമയത്ത് അനാമികയോട് ദേവയാനി ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് ഏകദേശം ബോധ്യപ്പെടുന്നുണ്ട് ദേവയാനിക്കിപ്പോൾ തന്നോട് അത്രയ്ക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം. എന്തായാലും പിന്നീട് അങ്ങോട്ട് വെറുതെ കുത്തിയിരിക്കുന്ന അനാമികയോട് തന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞ് പല പണികളും അവൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടെ നിർബന്ധിച്ച് ചെയ്യിക്കാനും ശ്രമിക്കുകയാണ് ദേവയാനി. ജാനകി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ദേവയാനി തൻ്റെ ഏട്ടത്തിയല്ലേ, അതുകൊണ്ട് തന്നെ എതിർത്ത് നിൽക്കാനും കഴിയുന്നില്ല. എന്തായാലും ദേവയാനിക്ക് തന്നോടുള്ള ഈ സമീപനമൊക്കെ കാണുമ്പോൾ അനാമിക ജലജയോടും ജാനകിയോടുമായിട്ട് പറയുന്നുണ്ട്, വല്യമ്മയ്ക്കിപ്പോൾ എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല. മാത്രമല്ല തരം കിട്ടുമ്പോഴൊക്കെ എന്നെക്കൊണ്ട് വീട്ടുജോലികൾ ചെയ്യിക്കാനും ശ്രമിക്കും. ചിലപ്പോഴൊക്കെ തന്നെ ഒരു വേലക്കാരിയോടെന്ന പോലെയാണ് ദേവയാനി വല്യമ്മ പെരുമാറുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ ജാനകി പറയും, മോളെ നീ എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഏട്ടത്തി മോളെ സ്നേഹിക്കുന്നില്ലെങ്കിലും മോളെ സ്നേഹിക്കാൻ ഇവിടെ ഞാനില്ലേ? ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ മരുമകളല്ലേ? അതെ അമ്മേ, അത് മാത്രമാണ് എനിക്ക് ഈ വീട്ടിലുള്ള ഏക ആശ്വാസം. തുടർന്ന് ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏട്ടത്തി നിന്നോട് പണികളൊക്കെ ചെയ്യാൻ പറയുന്നതേ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മോളെ. ഇത്രയും വലിയ കുടുംബമായിട്ടും വേലക്കാരെയൊന്നും അധികം നിർത്താത്തതിന് കാരണവും അതുകൊണ്ടാണെന്ന് കൂട്ടിക്കോ. എന്തായാലും മോളെ കൊണ്ട് വലിയ വലിയ കട്ടിപ്പണികളൊന്നും ഏട്ടത്തി ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നത് മോളുടെ നല്ലതിനാണെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ജാനകിയും. ശരീരത്തിന് വ്യായാമം വേണമല്ലോ മോളെ, അതൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ഏട്ടത്തി അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ മോളോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടാണ് എന്ന് മോള് ചിന്തിക്കരുത്. ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലും അനാമികയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അനന്തപുരിയിലുള്ള ജീവിതം ദുസ്സഹമായിട്ട് തന്നെ തോന്നുകയാണ് അനാമികയ്ക്ക്. പിന്നീട് വേണുവും രേവതിയും അനാമികയും കൂടി കുറച്ചധികം ആലോചിച്ചതിന് ശേഷം ആ ഒരു ക്രൂരത ചെയ്യാൻ മുന്നിട്ടിറങ്ങുകയാണ്. വേറൊന്നുമല്ല, മൂർത്തി സാറിനെ വകവരുത്തുക. അങ്ങനെ മൂർത്തി സാറിനെ കൊല്ലുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കി വെച്ച് അതിപ്പോൾ നടപ്പിലാക്കാൻ തുടങ്ങുകയാണ് അനാമിക. ആരുമില്ലാത്ത സമയത്ത് മൂർത്തി സാറിൻ്റെ മുറിയിൽ കയറി അദ്ദേഹം കഴിക്കേണ്ട ഗുളികകൾ എടുത്തു മാറ്റിയിട്ട് പകരം അപകടകാരിയായ ഗുളികകൾ അവിടെ സ്ഥാപിക്കുകയാണ്. എന്നാൽ അനാമികയുടെ ഓരോ നീക്കങ്ങളും
ആരും അറിയാതെ വീക്ഷിക്കുന്ന ഒരാളുണ്ടല്ലോ അവിടെ, അത് നവ്യയാണ്. അനാമിക മനസ്സിൽ കാണുമ്പോൾ നവ്യ മരത്തിൽ കാണാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരു CCTV ക്യാമറ പോലെ നവ്യ ആ സമയം മുതൽ അനാമികയ്ക്ക് പിന്നാലെയുണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിൽ കയറുകയും മുത്തശ്ശൻ കഴിക്കേണ്ട ഗുളികകൾ എടുത്തു മാറ്റിയിട്ട് അവിടെ താൻ കൊണ്ടുവന്ന വിഷം നിറച്ച ഗുളികകൾ വയ്ക്കുന്നതൊക്കെ നവ്യ വീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഓരോ സമയങ്ങളിലും കൃത്യമായി അതിൻ്റെ വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് തൻ്റെ ഫോണിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യുകയാണ് നവ്യ. ഈ ഗുളികകളെല്ലാം മാറ്റിവെച്ചിട്ട് അനാമിക മുറി വിട്ട് പോകുന്ന സമയത്ത് തന്നെ നവ്യ മുറിക്കകത്ത് കയറി ചെന്നിട്ട് ആ ഗുളികകളൊക്കെ അവിടെ നിന്ന് എടുത്തു കളഞ്ഞിട്ട് പകരം മുത്തശ്ശൻ കഴിക്കേണ്ട ഗുളികകൾ തന്നെ അവിടെ വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതോടുകൂടി വേണുവിൻ്റെയും രേവതിയുടെയും അനാമികയുടെയും ആ പ്ലാനും ചീറ്റി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദേവയാനിയാണെങ്കിൽ ഓരോ ദിവസവും കഴിയും തോറും അനാമികയെ നന്നാക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ജോലികൾ അവൾക്ക് കൊടുക്കുകയാണ്. നയനയെ ആദർശിനോടൊപ്പം ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടിട്ട് തന്നെ മാത്രം ഇവിടുത്തെ വെറും വേലക്കാരിയാക്കി മാറ്റുകയാണല്ലോ വല്യമ്മയെന്ന് ഓർത്തിട്ട് അനാമികയ്ക്ക് ദേഷ്യവും അമർഷവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അക്കാര്യം അനിയോടും പ്രകടിപ്പിക്കുകയാണ് അനാമിക. അനിയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നീ കാണുന്നുണ്ടോ? അതിരാവിലെ തന്നെ അനാമികയുടെ ഭാവമാറ്റം കാണുമ്പോൾ അനിയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ നീ നല്ല ഫോമിലാണല്ലോ, രാവിലെ തന്നെ എന്തു പറ്റി? എന്താണ് രാവിലെ തന്നെ നീ ഇവിടെ കണ്ട കാഴ്ച എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയുടെ ഈ പരിഹാസ രൂപേണയുള്ള സംസാരം കേൾക്കുമ്പോൾ അനാമിക്ക് പിന്നെയും ദേഷ്യം കയറുകയാണ്. എന്നിട്ട് പറയുന്നു, ഓ നിന്നോട് പിന്നെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, നീ വേറൊരു ലോകത്തിലല്ലേ ജീവിക്കുന്നത്. എടാ നിന്റെ നയനേട്ടത്തി വലിയ ഡിസൈനറായിട്ട് രാവിലെ തന്നെ ഇവിടെ നിന്ന് കുറ്റിയും പറിച്ചു ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേടാ. ഇവിടുത്തെ ജ്വല്ലറിയിൽ എനിക്ക് മാന്യമായിട്ടൊരു പോസ്റ്റ് കിട്ടുവാനുള്ള അർഹതയില്ലേ എന്നെല്ലാം അനാമിക പറയുന്നത് കേട്ട് നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ അനാമികെ? നിനക്ക് വരയ്ക്കാൻ അറിയോ? ഇല്ലല്ലോ. നേരെ ചൊവ്വ ഒരു വര വരയ്ക്കാൻ പോലും അറിയാത്ത നീ അവിടെ പോയിട്ട് എന്ത് ഡിസൈൻ വരയ്ക്കാനാണ്? അപ്പം അനാമിക പറയുന്നുണ്ട്, ഡിസൈൻ വരയ്ക്കുന്നത് മാത്രമേ അവിടെ ജോലിയായിട്ടുള്ളൂ. മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിലെ മെയിൻ ബ്രാഞ്ചിൽ ഒരു മാനേജർ പോസ്റ്റ് എനിക്ക് നൽകിയാൽ എന്താ? എന്നാൽ അത് കേട്ടിട്ട് അനി പറയുന്നുണ്ട്, അതെ ഇപ്പോൾ നമ്മുടെ ജ്വല്ലറികളുടെയൊക്കെ മാനേജർ പോസ്റ്റുകളെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏൽപ്പിക്കപ്പെട്ട ആൾക്കാർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ നിന്ന് ഒരാളെ മാറ്റിയിട്ട് അവിടെ നിന്നെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അനി മുറിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അനാമികയ്ക്കാണെങ്കിൽ കലി കയറുന്നു. എന്തായാലും പിന്നീട് അങ്ങോട്ട് അനാമിക നയനെ ഇവിടെ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ജ്വല്ലറിയിലേക്ക് പോകുന്നത് എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങുകയാണ്. അവൾക്ക് വലിയ ചീഫ് ഡിസൈനറായിട്ട് ഞെളിഞ്ഞിരുന്നുകൊണ്ട് നമ്മളെയൊക്കെ വേലക്കാരാക്കി മാറ്റണം. എന്തായാലും ഇത് വിട്ടുകൊടുക്കരുത്, അവളുടെ ആഗ്രഹം സാധിപ്പിക്കരുത് എന്നൊക്കെ ജാനകിയോടും ജലജയോടും കൂടി അനാമിക പറയുമ്പോൾ അവർക്കും ഇക്കാര്യം ശരിയാണെന്ന് തോന്നുകയാണ്. മാത്രമല്ല ദേവയാനിയുടെ ഈ അഹങ്കാരം പൊളിച്ചെടുക്കണം എന്നുകൂടെ തീരുമാനിച്ചുകൊണ്ട് ഇതിന്റെ പ്രതിഷേധ സൂചകമായിട്ട് നമ്മൾ ആരും ഇന്ന് അടുക്കളയിൽ കയറുന്നില്ല, ഇന്ന് എല്ലാവരും ഇവിടെ പട്ടിണി കിടക്കട്ടെ. ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ആരും ഒന്നും അറിഞ്ഞില്ല, എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ എന്ന രീതിയിൽ തന്നെ സംസാരിക്കണം എന്നൊക്കെ ജലജ ഒരു ഐഡിയ പറയുകയാണ്. ഇത് കേൾക്കുന്ന അനാമിക അതിപ്പോൾ ഒരു ദിവസം മാത്രമല്ലേ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ ഓളെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് വേറെ മാർഗങ്ങൾ നോക്കാം, തൽക്കാലം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം അലങ്കോലമായെന്ന് മനസ്സിലാകുമ്പോൾ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടവർ തന്നെ അവളുടെ ജോലി അവസാനിപ്പിച്ച് ഇവിടെ നിൽക്കുവാൻ അവളെ നിർബന്ധിക്കും. അല്ലെങ്കിലും നമ്മൾ കാര്യങ്ങൾ ആ രീതിയിലാക്കി തീർക്കും എന്ന് പറയാണ് കേട്ടോ ജലജ. എന്തായാലും അന്നത്തെ ദിവസം നയന രാവിലെ പോയി വൈകിട്ട് വീട്ടിലേക്ക് വരികയാണ്. നയന വരുന്നത് കാത്ത് എല്ലാവരും പൂമുഖത്ത് തന്നെയുണ്ട്. അപ്പോഴേക്കും ജലജ വേഗം നയനയെ കണ്ടിട്ട് എഴുന്നേറ്റ് അരികിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, എടി നിനക്ക് ഈ തഞ്ചാവൂർ പുലാവ് ഉണ്ടാക്കാൻ അറിയില്ലേ? നയന പറയുന്നുണ്ട്, ആ അറിയാലോ. എന്തു പറ്റി? അത് പിന്നെ അനാമിക മോൾക്ക് പുലാവ് കഴിക്കണമെന്നൊരു ഭയങ്കരമായിട്ടൊരാഗ്രഹം. ഞങ്ങൾക്കാണെങ്കിൽ ആർക്കും അതുണ്ടാക്കാനും അറിയില്ല. അതുകൊണ്ടേ നീ എത്രയും പെട്ടെന്ന് അടുക്കളയിൽ കയറിയിട്ട് ആ തഞ്ചാവൂർ പുലാവ് ഒന്ന് ഉണ്ടാക്കി കൊടുക്ക്. നയനയാണെങ്കിലും വളരെ ക്ഷീണിച്ചാണല്ലോ ഓഫീസിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ നയന പറയുന്നുണ്ട്, എനിക്കിപ്പോഴേ നല്ല തലവേദനയുണ്ട്, ഓഫീസിൽ നിന്ന് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വിശ്രമം ആവശ്യമുണ്ട്. എന്നാൽ ജലജ പറയും, വിശ്രമിക്കാനോ? എന്തിനാടി വിശ്രമം? ഓഫീസിൽ പോയി പേനയെടുത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചുകൊണ്ടിരിക്കുന്നതിനാണോ ഇത്രയും വലിയ ക്ഷീണം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴേ നീ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. അതുമാത്രമല്ല ഇന്നിവിടെ ആരും ആഹാരവും കഴിച്ചിട്ടില്ല, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പട്ടിണിയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അടുക്കളയിൽ കയറാൻ നോക്ക്. ഈ പറയുന്നതെല്ലാം കേട്ട് നയനെ ആകെ വല്ലാതാവുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പട്ടിണിയായിരുന്നു എന്ന് കേൾക്കുമ്പോൾ
നയനയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നയന ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്? മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും കഴിച്ചില്ലെന്നോ? നിങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ? അപ്പൊ ജലജ പറയും, ആ ഇല്ല, ഞങ്ങൾ ആരും ഇന്ന് അടുക്കളയിൽ കയറിയില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും വേഗത്തിൽ നയന അടുക്കളയിലോട്ട് കയറുകയാണ്. ശേഷം ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആ കാഴ്ച കണ്ടിട്ട് എല്ലാവർക്കും പെരുത്തു സന്തോഷാവുന്നുണ്ട്. അവരുടെ ആവശ്യവും ഇതുതന്നെയായിരുന്നല്ലോ. അങ്ങനെ നയന ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ എല്ലാവരും വൈകിട്ട് ഒത്തുകൂടുകയാണ്. ഭക്ഷണം കഴിക്കുവാൻ അനാമിക ഉൾപ്പെടെ എല്ലാവരും ഡൈനിങ് ടേബിളിലുണ്ട്. നയനയാണ് കേട്ടോ ഭക്ഷണം വിളമ്പുന്നതും. ഓരോരുത്തർക്കായി ഭക്ഷണം വിളമ്പി ഒടുവിൽ അനാമികയുടെ പ്ലേറ്റിലേക്ക് പുലാവ് എടുത്ത് വിളമ്പാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അനാമിക തന്ത്രപരമായിട്ട് ആ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി കളയുകയാണ്. ഒപ്പം നയനയുടെ കൈക്ക് ഒരു തട്ടും കൊടുക്കും. അതോടുകൂടി ഭക്ഷണത്തിലെ കുറച്ച് അനാമികയുടെ ദേഹത്തും ബാക്കി ഡൈനിങ് ടേബിളിലും ഒക്കെ ചിതറി വീഴുകയാണ്. എന്നിട്ട് അനാമിക നയനയോട് ചൂടാവുകയാണ്, എടി എവിടെ നോക്കിക്കൊണ്ടാടി നീ ഭക്ഷണം വിളമ്പുന്നത്? അങ്ങനെയും പറഞ്ഞ് ചാടി എണീക്കുമ്പോൾ നയനയാണെങ്കിലും ആകെ പകച്ചു നിൽക്കുന്നു. ശേഷം അനാമിക പറയുകയാണ്, ഇവൾക്ക് പകയാണ്, പക. രാവിലെ മുതൽ ഇവൾ ഓഫീസിൽ പോയിട്ട് വൈകിട്ട് വന്നപ്പോൾ അവളോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ പകയാണ് അവൾ ഈ കാണിക്കുന്നത്. എന്നാൽ മുത്തച്ഛൻ പറയുന്നുണ്ട്, അനാമികെ നീ അങ്ങനെ പറയരുത്. ഒരുപക്ഷെ അബദ്ധത്തിൽ മോൾക്ക് സംഭവിച്ചതാവാം ഇത്. പിന്നെ നയനമോൾ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, പക പോക്കുന്ന ആളുമല്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നയനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയും, ആ ഇതാണ് ഈ വീട്ടിലുള്ള ആരുമായിട്ടും എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. ഞാൻ പറയുന്നതൊന്നും ഇവിടെ ആരും അംഗീകരിക്കില്ല. തോന്നിവാസം കാണിച്ചവളെ പുണ്യവതിയാക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്യും അവസാനം. ഈ നടപടി ശരിയല്ല. ഇതും പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യത്തിൽ അവിടെ നിന്നും പോവുകയാണ്. ജലജയാണെങ്കിലും പിന്നീട് ആ പുലാവ് എടുത്ത് വായിൽ വെച്ചിട്ട് പറയുകയാണ്, അയ്യേ ഇതെന്തൊരു ഭക്ഷണമാണ്, ഇത് വായിൽ വയ്ക്കാൻ കൊള്ളില്ലല്ലോ. വെറുതെ അല്ല അനാമിക മോള് പറഞ്ഞത് ഇവള് പക വീട്ടിയതാണെന്ന്. ഞാനാണ് ഈ നയനയോട് പറഞ്ഞത് അനാമിക മോൾക്ക് പുലാവ് ഇഷ്ടമാണെന്നും അതൊന്നും ഉണ്ടാക്കി കൊടുക്കാമോ എന്നും. എന്തായാലും രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്ന ഉടനെ തന്നെ അടുക്കളയിൽ കയറാൻ പറഞ്ഞതിന്റെ കലിയാണ് അവള് പാവം അനാമിക മോളുടെ മേലെ തീർത്തത്. മുത്തശ്ശനും ദേവയാനിക്കും ആദർശനും ഒക്കെ ഇത് കേട്ട് വളരെയധികം ദേഷ്യമാവുന്നുണ്ട്. ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജെ ഈ ഭക്ഷണം തന്നെയാണ് ഞങ്ങൾക്കെല്ലാം വിളമ്പിയത്. ഞങ്ങളൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു ടേസ്റ്റ് കുറവുമില്ല. ആവശ്യമില്ലാതെ ഈ വീട്ടിലെ സമാധാന അന്തരീക്ഷം നിങ്ങളായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ഈ ഭക്ഷണം നിങ്ങൾക്ക് ടേസ്റ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട, ഇവിടെ വെച്ചിട്ട് പോയിക്കോ, ആവശ്യമുള്ളവർ കഴിച്ചോളൂ. അങ്ങനെ മുത്തശ്ശൻ നല്ല മറുപടി കൊടുക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ ജലജയും ജാനകിയും അവിടുന്ന് എണീറ്റ് പോവുക തന്നെയാണ് ചെയ്യുന്നത്. തുടർന്ന് ജലജ അനാമികയോടായിട്ട് പറയുകയാണ്, എൻ്റെ മോളെ അത് കിട്ടിയപ്പോൾ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ പോരായിരുന്നോ? രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുകയായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. അതിനിടയിലാണ് നീ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെക്കൂടെ നാണക്കേടുമായി. അനാമികയാണെങ്കിലും വിശപ്പെടുത്ത് വല്ലാത്തൊരവസ്ഥയിലാകുന്നു. നല്ല 8ന്റെ പണി തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തായാലും വിശപ്പ് സഹിക്കാൻ വയ്യാതെ അനാമികയും ജലജയും ജാനകിയും അനന്തപുരിയിലെ എല്ലാവരും ഉറക്കമായെന്ന് കാണുമ്പോൾ അവര് 3 കൂടെ അടുക്കളയിൽ കയറി നമ്മുടെ നയന ഉണ്ടാക്കി വെച്ച പുലാവ് അത് കട്ട് തിന്നുന്ന ഗതികേടിലേക്ക് വരെ എത്തുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നവ്യ അറിയുന്നുണ്ടായിരുന്നു. നവ്യയും ഇവരെ പിന്നാലെ ഫോളോ ചെയ്തിട്ട് ഇവർ ഈ കട്ട് തിന്നുന്ന ദൃശ്യങ്ങളെല്ലാം മറഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ ഫോണിൽ പകർത്തുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അനന്തപുരിയിലുള്ള എല്ലാവർക്കും മുമ്പിൽ വെച്ച് അതിൻ്റെ ആ വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നവ്യ. അങ്ങനെ എല്ലാവർക്കും മുമ്പിൽ വെച്ച് ചമ്മി നാറി പോവുകയാണ് അനാമികയും ജലജയും ജാനകിയും ഒക്കെ.